എന്താ ഈ ധാവണികരി കെട്ടിത്തരട്ടെ? അതൊക്കെ സിനിമയിൽ പോക്കറ്റിൽ കർച്ചീഫില്ലേ, അതെടുത്തങ്ങ് കെട്ടിയാ മതി. അത്രയ്ക്കുള്ള മുറിവേ ഉള്ളൂ. അയ്യോ പോവാന്നോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. എന്നെ ഒന്ന് മോട്ടോർ സൈക്കിളിൽ കൊണ്ട് വിട്ടതിനെ അച്ഛൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. പകല് കണ്ടല്ലേ ഉള്ളു വഴക്ക്, എന്നാ രാത്രി വന്നേക്കാം. അച്ഛൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അന്നായിരിക്കും നിന്റെ അച്ഛന്റെ അന്ത്യം. ഉഷേ, ഉഷേ, എങ്ങനെ ഇവിടെ കേറും? അതിന് വഴിയുണ്ട്. നിന്റെ അച്ഛൻ സൗകര്യത്തിന് തടിയാരി വെച്ചിരിക്കല്ലേ. വീഴും, സൂക്ഷിച്ച്. ആ കൈങ്ങി തന്നെ. മുറുകെ പിടിക്കണേ. കീഴോട്ട് വലിക്കല്ലേ, നമ്മളെല്ലാരും കൂടെ താഴോട്ട് നോക്കി നിൽക്കാതെ പിടിപോരെ. എങ്ങനെ ഇരിക്കുന്നില്ലേ ഇതിന്റെ മോളുടെ സാമർഥ്യം? ഇപ്പൊ മാത്രം എന്റെ മോളായി. അത്രത്തോളം കടത്തി പറയണ്ട കേട്ടോ. അല്ല രാജേന്ദ്ര, ഇത്ര ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? താഴെ വന്ന് ബെല്ലടിച്ചിരുന്നു ഞാൻ കലർന്നു തരാം. ഞാൻ ചുമ്മാ രാത്രി നേരം വെളുത്തിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. തൽക്കാലം പൊക്കോ. ഇനി അതിലേ പോണ്ട. താഴെ വാതിൽ ഞാൻ നിന്നെ അവിടെ കൊണ്ടുവന്ന് വിടാം. എന്റെ ചെരുപ്പ് താഴെ കിടക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പാടി ഇവിടെ. പരിഭ്രമത്തിനിടയിൽ അവന്റെ കൈ വഴുതി പോയിരുന്നെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? മാധവമേനോന്റെ മകൻ വീണ് നടുവടിഞ്ഞ് ഭാസ്കരമേനോന്റെ മുറ്റത്ത് കിടക്കും. അങ്ങയുടെ ബംഗ്ലാവിൽ വന്ന് അവന് ചെയ്തു കളഞ്ഞല്ലോ, അതും രാത്രിയില്. പിന്നെ പകൽ വന്നാൽ ചെയ്യാൻ നോക്കുവോ? എടേ, നിന്റെ ആ തലർച്ച സന്ദതി കിട്ടി വിളി. വേണ്ട വേണ്ട, ഇനി വിളിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ട് എന്താ പ്രയോജനം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാട്ടെ. ചെയ്യാനൊന്നേ ഉള്ളൂ. പെണ്ണിന് ഇഷ്ടം, ചെറുക്കന് ഇഷ്ടം, പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ കല്യാണം ഒക്കെ നടത്തണം. അങ്ങിത് കാര്യമായിട്ട് തന്നെ പറയാണോ? കല്യാണം കളിയല്ല എന്ന് കേട്ടിട്ടില്ലേ? കാര്യമായിട്ട് തന്നെയാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബങ്ങൾ രണ്ടും തമ്മിൽ ഇങ്ങനൊരു ബന്ധം കൂടെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം. നടന്നോട്ടെ. അവന്റെ ചേട്ടനും പെങ്ങളും നിൽക്കുന്നു. അവരുടെ കല്യാണം കഴിയാതെ. അയ്യോ, ഞാൻ കയ്യോടെ കല്യാണം നടത്താൻ വന്നവനല്ല. കല്യാണം ഉറപ്പിച്ചു വെക്കുക, സമയവും സൗകര്യം പോലെ നടത്തുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. രാധയുടെ വിവാഹം കഴിയുന്ന വേഗത്തിൽ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് ബാക്കി പറയണ്ട. സമ്മതം, സന്തോഷം. തിരുമേനിയെ വന്നൊന്ന് കണ്ട് നന്ദി പറയണമെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. എന്തായാലും വന്നൂല്ലോ, സന്തോഷായി. ഒരു ചെറിയ തുക കടം വാങ്ങിയതിനാ ശങ്കരനാ സ്ഥലം ഞാൻ കടപ്പെടുത്തിയത്. ഇടപാട് തീർത്ത് നിങ്ങൾ ആ സ്ഥലം വാങ്ങിയില്ലായിരുന്നെങ്കിൽ പലിശയ്ക്ക് പലിശ കണക്കുകൂട്ടി ശങ്കരൻ ഈ തറവാട് തന്നെ ജപ്തി ചെയ്യിക്കുമായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി? ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടായിരുന്നു. ഓ, എന്നാ വേഗം പോയി കണ്ടോളൂ. മാധവമേനോനെ നോൻ പ്രത്യേകം അന്വേഷിച്ചായി പറഞ്ഞോളൂ. ശരി തിരുമേനി.
കുട്ടി, ഇവിടെ വരൂ. ആരെ കാണാൻ അവിടെ നിന്നേ? അത് അത് എല്ലാം എനിക്കറിയാം. പലപ്പോഴും ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ധൈര്യം പോരാതെ പോയി. എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ടായില്ലല്ലോ. പെൺകുട്ടികൾക്ക് ബുദ്ധിയില്ലാതെ വന്നാൽ ശിക്ഷ കിട്ടുന്നത് തറവാടുകൾക്കാണ്. ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ ഇന്ദുവിനിത് തോന്നിയത് കഷ്ടകാലം കൊണ്ടാവാം. എനിക്ക് ഇന്ദുവിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹം അവളുടെയും ഈ കോലോത്തിന്റെയും നാശത്തിനാണെന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇന്ദുവിനെ വിവാഹം ചെയ്തോളാം. നടക്കാത്ത കാര്യം. കുട്ടി മേലാൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞുകൂടല്ലോ. എന്നാലും ഇന്ദുവിനെ കാണാൻ വേണ്ടി ഇവിടെ വരരുത്. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിന് വേണ്ടി കൊതിക്കരുതെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടി പൊയ്ക്കുള്ളൂ. പൊയ്ക്കുള്ളൂ. എന്തിനാ വേണ്ട വെറുതെ വായിച്ച് തല ഉണ്ടാക്കുന്നത്? നീ പരീക്ഷ ഒന്നും എഴുതാൻ പോകുന്നില്ല. അതെന്താ? അച്ഛൻ നിനക്കൊരു ചെറുക്കനെ അന്വേഷിക്കുക. എന്റെ കല്യാണത്തിനാണെങ്കിൽ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എന്താ കാര്യം? എനിക്ക് കല്യാണം വേണ്ട, അത് തന്നെ കാര്യം. എടി പെണ്ണെ, വെറുതെ അച്ഛനെ ചേർത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കി വെക്കരുത്, പറഞ്ഞേക്കാം. എന്തോന്ന് കുഴപ്പം? അച്ഛൻ എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ കല്യാണം നടത്താൻ പറ്റില്ല. ഈ ജീവിതത്തിൽ എനിക്ക് കല്യാണമേ വേണ്ട. രാധ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു ചേട്ടാ, ഈ ജീവിതത്തിൽ അവൾക്ക് കല്യാണമേ വേണ്ടത്. വേണമെങ്കിൽ വേണ്ട, വേണമെന്ന് തോന്നുമ്പോ അവള് തന്നെ ഒന്ന് പറയട്ടെ. അയ്യോ, അങ്ങനെ തീരുമാനിച്ച എന്റെ കാര്യം അവതാളത്തിലായി പോവും. ചേട്ടൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കണം. എന്റെ പൊന്നേട്ടനല്ലേ, പ്ലീസ്. ശരി. വാ.